നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴാട്ടുകോണം വാർഡ് BJP കൗൺസിലർ ആർ സുഗതന് വേണ്ടി സംസ്ഥാന സർക്കാരിനുള്ളിൽ പല ഉദ്യോഗസ്ഥരും വിട്ടുവീഴ്ച ചെയ്യുന്നു. അല്ലെങ്കിൽ ഗവൺമെന്റ് UDF ഭരിക്കുമ്പോൾ പോലും UDFിനുള്ളിൽ പല BJPക്കാരും, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഒരുപാട് BJPക്കാരുണ്ട് എന്നുള്ള തരത്തിലെല്ലാം വാർത്തകളുണ്ടായിരുന്നു. അതൊരു പരിധിവരെ സത്യവുമാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 2026 UDF സർക്കാർ വിജയിച്ചതിന് ശേഷം തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ED ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ആക്രമണ കേസിൽ ആദ്യം ഈ പറഞ്ഞ പോലെ ജില്ലാ പോലീസ് മേധാവിക്ക് കൃത്യമായ റിപ്പോർട്ട് കിട്ടുന്നു. പക്ഷേ ആ റിപ്പോർട്ട് അറിഞ്ഞിട്ടും ജില്ലാ പോലീസ് മേധാവി കൃത്യമായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരും കൃത്യമായി കാര്യങ്ങളൊന്നും കൈമാറിയില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോവുകയും അവിടെ വലിയ കലാപം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും സുഗതന്റെ കാര്യം വരുമ്പോൾ ഈ കാപ്പ ഗ്രേസ്, അതായത് കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ചുമത്തപ്പെട്ട ഒരു കുറ്റവാളിയാണ് സുഗതൻ എന്ന് പറയുന്ന BJP കൗൺസിലർ. അപ്പം ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയാണ് BJP വിജയിപ്പിച്ചതെടുത്തത് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി വീഴ്ച ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നല്ല എടുത്തിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇവരാരെയും UDF സർക്കാർ വെറുതെ വിടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം UDFിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലേറി 3 മാസം ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം നഗരയിൽ ഇത്തരത്തിൽ പോലീസ് അറിയേണ്ട പല കാര്യങ്ങളും പോലീസ് അറിയുന്നില്ല, പോലീസ് മേധാവി അറിയുന്നില്ല. അപ്പോൾ പോലീസിനുള്ളിൽ പോലും, ഇന്റലിജൻസ് വകുപ്പിൽ പോലും ഇപ്പോഴും പിണറായി വിജയനും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് അതോടെ ക്ലിയറായി. സുഗതന്റെ കാര്യം വരുമ്പോഴും ഇത്തരത്തിലുള്ള പല അണ്ടർ സെക്രട്ടറിമാരും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വർക്ക് ചെയ്യുന്ന പല നേതാക്കന്മാരും BJPക്കാരാണ്. അപ്പോൾ ഇപ്പം UDF ഭരിക്കുന്നുണ്ടെങ്കിലും അതായത് പോലീസ് കൈയാളുന്നത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ CPM-ഉം അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗം കൈയാളുന്നത് പല BJP നേതാക്കന്മാരുമാണ്. പേരിന് മാത്രമേ അവിടെ UDF ഇരിക്കുന്നുള്ളൂ എന്നതാണ് എൻ്റെ സത്യാവസ്ഥ. ജയിലിൽ കഴിയുന്ന കൗൺസിലറുടെ അംഗത്വം നിലനിൽക്കില്ല, അതുകൊണ്ട് അത് തള്ളണം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടായത്. കാരണം തുടർച്ചയായി 3 വട്ടം കൗൺസിലർ യോഗത്തിന് പങ്കുചേരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ പദവി നഷ്ടപ്പെടുന്ന ഒരു നിയമമാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ 3 പ്രാവശ്യം കഴിയുന്നു, പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നു. അപ്പം അണ്ടർ സെക്രട്ടറി ഒരു ഉത്തരവിറക്കുന്നു. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി ഒക്കെ ഈ കാര്യങ്ങൾ തള്ളിയിട്ടും ഇത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. BJP സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ്. കാരണം നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ 2014 മോദി ഭരണത്തിൽ കയറുന്നു, 2019 പിന്നീട് 2024 നിരന്തരമായി 3 തവണ ഇന്ത്യയിൽ വിജയിച്ചു കയറുന്നു. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ BJPക്ക് വലിയ തരത്തിലുള്ള ഒരു മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ വലിയൊരു കിട്ടൽ BJPക്ക് 2024 ലോക്സഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് കിട്ടി എന്നതിനപ്പുറത്തോട്ട് പ്രത്യേകിച്ചൊന്നും BJPക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റമൊന്നും കേരളത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ ലോക്സഭയിലോട്ട് വരുമ്പോൾ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടുന്നു, നിയമസഭയിലോട്ട് വരുമ്പോൾ വോട്ട് കുറയുന്നു. ഇതേ പ്രക്രിയയാണ് ഇപ്പോൾ 2024 ഉണ്ടായത്, 2026 നിയമസഭാ ഇലക്ഷനിലും ഉണ്ടായത്. അപ്പോൾ BJPക്ക് വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ BJP സംബന്ധിച്ചുള്ള 3 MLA-മാർ കിട്ടി. അതിലും വലിയ വോട്ട് ശതമാനത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ഒരു വോട്ടിന്റെ മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയാണ് BJPക്ക് 3 MLA-മാരെ കിട്ടിയത്. പക്ഷെ അതിനേക്കാൾ ഉപരി BJPയെ സംബന്ധിച്ചുള്ള വലിയൊരു കിട്ടൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. ഇവൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കം ഈ BJP കേരള അംഗങ്ങളെ ഈ പറഞ്ഞ പോലെ പരസ്യമായി അവരെ അംഗീകരിക്കുകയും അവരെ വലിയ തരത്തിൽ സ്വീകരിക്കുന്ന പല കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം BJPക്ക് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കിട്ടലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പല പ്രശ്നങ്ങൾ പോയിരുന്നു. ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് ആരായിരിക്കണം കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ, മേയർ ആരായിരിക്കണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടന്നായിരുന്നു. അവസാനം ശ്രീലേഖക്ക് കൊടുക്കണം എന്നുള്ള തരത്തിൽ വരുന്നു. പിന്നീട് RSS ഇടപെട്ടുകൊണ്ട് അത് മാറുന്നു. അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ള ആൾക്ക് ഇത്തരത്തിലുള്ള BJPയുടെ മേയർ പദവി കിട്ടുന്നത് പോലും. എന്നിരുന്നാൽ പോലും BJP വലിയ തരത്തിൽ കൊണ്ടു നടന്ന അവരുടെ വിജയങ്ങളിലെ ഏറ്റവും വലിയ വിജയമായി അവർ തന്നെ കാണുന്ന ഒരു വിജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ. പക്ഷേ ആ കോർപ്പറേഷൻ ഭരണം പൂർണ്ണമായും BJPക്ക് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് നിലവിലെ ഇത്തരത്തിലുള്ള കളികൾക്കെല്ലാം പ്രധാനപ്പെട്ട ഒരു വഴികാട്ടി അല്ലെങ്കിൽ BJP ഇത്തരത്തിലുള്ള കളികൾക്ക് കേരളത്തിൽ കളിച്ചത് എന്നുള്ള സത്യാവസ്ഥ. കാരണം നമുക്കറിയാം, BJPക്ക് സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഭൂരിപക്ഷം അത് BJPക്ക് തന്നെയാണ്. കാരണം 100ഓളം വരുന്ന കൗൺസിലർമാരിൽ ഏകദേശം 50ഓളം BJPക്ക് ഒറ്റക്കുണ്ട്.
അതുപോലെ തന്നെ പിന്നെ 1-2 സ്വതന്ത്രന്മാർ, ബാക്കി വരുന്ന കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഇത്തരത്തിലാണ് കാര്യങ്ങളുള്ളത്. അപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ പോലും BJPക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോഴും ഒരു വോട്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സുഗതൻ്റെ ഒരു ഇത്തരത്തിലുള്ള കേസ് വരുന്നത്. സുഗതൻ ജയിലിൽ പോകുന്നു. തുടർച്ചയായി 3 വട്ടം അദ്ദേഹത്തിന് കൗൺസിലർ യോഗത്തിൽ പങ്കുചേരാൻ പറ്റാത്തതും സ്വാഭാവികമായിട്ടും അദ്ദേഹം അയോഗ്യത നേടേണ്ടി വരും, അല്ലെങ്കിൽ അയോഗ്യത അദ്ദേഹത്തെ വേട്ടയാടും എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ പരിരക്ഷ, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്ത് വില കൊടുത്തും ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ ഭരണത്തിൽ നിലനിർത്തുക എന്നുള്ളത് മേയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടി തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് മേയറോ അല്ലെങ്കിൽ BJPയോ അവർക്ക് കളിക്കാൻ പറ്റുന്ന എല്ലാ കളികളും ഇപ്പം UDF സർക്കാരിൻ്റെ കാലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തദ്ദേശ വകുപ്പ് മന്ത്രിയോ ഒന്നും പറയാണ്ട് അവർ സ്റ്റേ ചെയ്ത് ആ വിഷയത്തിൽ നിലപാടെടുക്കണ്ട എന്ന് പറഞ്ഞ വിഷയത്തിൽ അണ്ടർ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സംസ്ഥാന സർക്കാർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും അവർക്ക് തന്നെ ചെയ്താൽ പോരെ? ഒരുപാട് ചോദ്യചിഹ്നം ബാക്കിയുണ്ട്. ആരാണ് ഇവരെന്നുള്ളതും എങ്ങനെയാണ് ഇവരിവിടെ നോമിനേറ്റ് ചെയ്ത് വന്നു എന്നുള്ളതും ഇതിന് പിന്നിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഇവർ BJP അനുകൂലരായാണ് എന്നുള്ളതും, അതല്ല BJP തന്നെ കയറ്റിയതാണ് എന്നുള്ളതും, CPM-ൻ്റെ ആളാണെന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF-ഉം LDF-ഉം കൈകോർക്കുന്ന രീതിയിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ. ഏറ്റവും അവസാനം രണ്ടുപേരും ഇതുമായി ബന്ധപ്പെട്ട് ശബരിനാഥനടക്കം മുൻകൈ എടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ബന്ധപ്പെട്ട് കൈകോർക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോഴാണ് ഇടുത്തി പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതും സുഗതന് 6 മാസത്തോളം ഈ പറഞ്ഞ പോലെ അവധി അനുവദിക്കുന്ന രീതിയിലോട്ട് മേയർ നീങ്ങുന്നതും ഇതിന് പിൻബലമായി അണ്ടർ സെക്രട്ടേറിയറ്റ് കത്തയക്കുന്നതും. പക്ഷേ സെക്രട്ടേറിയറ്റ് അവർ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ മന്ത്രിമാർ പറഞ്ഞത് ഞങ്ങൾ വിഷയം അംഗീകരിച്ചിട്ടില്ല, അല്ലാണ്ടാണ് സാധനം നീങ്ങുന്നത്. അപ്പോൾ നിയമപരമായി ഇത് ഇനി നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം ബാക്കി കിടക്കുന്നുണ്ട്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പരാജയമാണ്, അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയാണ്. ഇത്തരത്തിൽ തങ്ങൾ ഭരിക്കുമ്പോഴും ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടക്കുന്നു. ആഭ്യന്തര വകുപ്പ് കൃത്യമായി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലും ആഭ്യന്തര വകുപ്പിനെ പിണറായി വിജയൻ്റെ ആൾക്കാരാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ MR അജിത് കുമാറിൻ്റെ വിഷയമെല്ലാം നമ്മൾ കണ്ടതായിരുന്നു. അത് പിന്നീട് അദ്ദേഹത്തിന് DGP സ്ഥാനം കിട്ടിയില്ല. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങൾ പോകുമ്പോഴും ഇപ്പോഴും കൃത്യമായി പുതിയ DGP വരുന്നപ്പോഴും ഈ പറഞ്ഞ പോലെ പോലീസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതും, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വരുമ്പം അത് ഈ പറഞ്ഞ പോലെ അത് ആഭ്യന്തര വകുപ്പിനായാലും തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലീഗിൻ്റെ മന്ത്രിക്കായാലും KM ഷാജിക്കായാലും കാര്യങ്ങളൊന്നും കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ബാക്കി കിടക്കുന്നൊരു ചോദ്യം, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? BJP-യുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ടാണോ ഇത്തരത്തിൽ കോർപ്പറേഷനിൽ സുഗതന് വേണ്ടി കളിച്ചത്? അതല്ല സംസ്ഥാന കമ്മിറ്റി മാത്രമാണോ? അതല്ല എത്ര പൈസ കൊടുത്തിട്ടാണ്? ഇതൊന്നുമല്ല ഈ ഉദ്യോഗസ്ഥ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ? എന്തായാലും ചെയ്തത് വലിയ തിരിച്ചടിയായിരിക്കുന്നു. ഉദ്യോഗസ്ഥയെ നീക്കും എന്നുള്ളതും നിയമ നടപടികളിലോട്ട് നീങ്ങും എന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ചാ വിഷയമാകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇനി എന്തായിരിക്കും UDF സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളത്.